ഹൈ ഗൈസ്, കേരള പോലീസിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ഇൻഫർമേഷൻ പാസ് ചെയ്യാനാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപരിചിതർ ആരെങ്കിലും നിങ്ങളുടെ വാട്സാപ്പിലേക്ക് ഫോട്ടോസോ വീഡിയോസോ ഒക്കെ അയച്ചു കഴിഞ്ഞാൽ അത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് നിൽക്കരുത്. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ പ്രൈവറ്റ് ഡേറ്റാസ് ഒക്കെ തന്നെ ലീക്ക് ആകാനുള്ള ചാൻസ് ഉണ്ട്. ഇത് ഞാൻ പറഞ്ഞതല്ല, കേരള പോലീസിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഫേസ്ബുക്ക് പേജിൽ അവർ ഷെയർ ചെയ്തിട്ടുള്ള കാര്യമാണ്. സ്റ്റെഗനോഗ്രഫി എന്ന് പറഞ്ഞ ഒരു ഹാക്കിംഗ് മെത്തേഡാണ് ഇതിനുവേണ്ടി ഹാക്കേഴ്സ് യൂസ് ചെയ്യുന്നത്. പണ്ടൊക്കെ ആണെങ്കിൽ ലിങ്ക് ക്ലിക്ക് ചെയ്താലും OTP ഷെയർ ചെയ്താലും ഒക്കെ ആയിരുന്നു നമ്മുടെ ഫോൺ ഹാക്ക് ആകുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇത്തരത്തിലുള്ള ഫോട്ടോസുകളോ വീഡിയോസുകളൊക്കെ നമ്മുടെ ഫോൺ ഡൗൺലോഡ് ചെയ്തിട്ട് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള മാൽവെയർസ് നമ്മുടെ ഫോണിലേക്ക് കയറുകയും അതുവഴി ആ ഒരു മാൽവെയർ നമ്മുടെ ഫോട്ടോസ്, വീഡിയോസ്, ബാങ്കിങ് ഡേറ്റാസ്, അങ്ങനെ എല്ലാവിധ ഡേറ്റാസുകളും ലീക്ക് ചെയ്ത് എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമ്മുടെ വാട്സ്ആപ്പ് സെറ്റിംഗ് എടുത്തതിന് ശേഷം അവിടെ സ്റ്റോറേജ് ആൻഡ് ഡേറ്റ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഏറ്റവും താഴെ മീഡിയ ഓട്ടോ ഡൗൺലോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷന് തൊട്ട് താഴെയായിട്ട് 3 കാര്യങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും. വെൻ യൂസിങ് മൊബൈൽ ഡേറ്റ, വെൻ കണക്റ്റഡ് ഓൺ വൈഫൈ, വെൻ റോമിംഗ്. ഈ 3 സാധനങ്ങളും നോ മീഡിയ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുക. അതേപോലെ തന്നെ സ്ട്രേഞ്ചേഴ്സ് ആരെങ്കിലും നിങ്ങളുടെ വാട്സാപ്പിലേക്ക് ഫോട്ടോസോ വീഡിയോസോ ലിങ്കുകളോ ഒക്കെ ഷെയർ ചെയ്യുന്ന സമയത്ത് ആ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ഒരിക്കലും അതൊന്നും തന്നെ ഓപ്പൺ ചെയ്യാതിരിക്കുക. അതുവഴി ചിലപ്പോൾ നിങ്ങളുടെ ഡേറ്റാസ് ഒക്കെ തന്നെ ലീക്ക് ആകാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു ഇൻഫർമേഷൻ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും അതേപോലെ തന്നെ റിലേറ്റീവ്സിലേക്കും ഒക്കെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക.